വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മാജിക് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഓപ്പൺ പോർസ്. ചിലവർക്ക് വലുതായിരിക്കും. അപ്പം കുറച്ച് രീതിയിലുള്ള ഓപ്പൺ പോർസ്, ഇപ്പോൾ ഇതേപോലത്തെ, ഇപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുള്ള പോർട്സൊക്കെ നമുക്ക് ഒരു ദിവസം വരെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. എക്സ്പെഷ്യലി ഫോർ ബ്രൈഡ്സ് മേഡ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ മേക്കപ്പ് ഒക്കെ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പോർട്സ് എപ്പോഴും ക്ലോസ് ആയിരിക്കണം. അതിനാണ് നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടി നന്നായിട്ടൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് വെച്ച് ഫേസ് മാസ്ക് കിട്ടും. വേറെയും കുറച്ച് നമ്മുടെ പൊടിക്കൈകളൊക്കെ ഉണ്ട് ഓപ്പൺ പോർസ് ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി. നമ്മുടെ ഈ ഫേസ് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അപ് ടു എക്സ്റ്റെൻഡ് വരെ നമ്മളുടെ ഈ ഓപ്പൺ പോർസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എക്സ്പെഷ്യലി ഫോർ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മേക്കപ്പ് ഒക്കെ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പോർസ് ക്ലോസ് ചെയ്താലേ ഒരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു പൊടിക്കൈ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ട്രൈ ചെയ്ത് വിജയിച്ചതാണ്. എനിക്കിപ്പോൾ ഈ റീസെൻ്റ് 2-3 ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള ഓപ്പൺ പോർട്സാണുള്ളത്. ഇതൊക്കെ എനിക്ക് ചിക്കൻ പോക്സ് വന്ന പാടാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഓപ്പൺ പോർട്സൊക്കെ നമുക്ക് ഇത് വെച്ച്, ഇപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ രാവിലെ തന്നെ ഈ മാസ്ക് അപ്ലൈ ചെയ്യും. പിന്നെ ഈ മാസ്ക് വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്താണ് ഞാൻ നമ്മുടെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടും. അപ്പോൾ നമുക്കിനി എന്താണ് ആ മാജിക് മാസ്ക് എന്ന് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വെറ്റ് വൈപ്സ് എടുക്കുന്നുണ്ട്. വെറ്റ് വൈപ്സും കൂടി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാം. എന്തൊരു ഫേസ് മാസ്കോ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മുഖം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഒരു വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുഖം ക്ലീൻ ആക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫേസ് മാസ്കിന് വേണ്ട ആദ്യത്തെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി. ഫേസ് മാസ്കിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ മുട്ടയുടെ വെള്ള. പിന്നെ എന്താ വേണ്ടത്? രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ, ചന്ദൻ പൗഡർ. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നന്നായിരിക്കും. പല ഫേസ് മാസ്കിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു പൗഡറാണ് സാൻഡൽവുഡ് പൗഡർ. അപ്പോൾ നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻ്റാണ് ഈ പാക്കറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളം എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചന്ദൻ പൗഡർ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ചന്ദൻ പൗഡർ എടുത്തു, മുട്ടയുടെ വെള്ളം എടുത്തു, ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇട്ടാൽ മതി. അങ്ങനെ അളവൊന്നുമില്ല. നമുക്ക് അറിയാമല്ലോ, ഒരു ഫേസ് മാസ്ക് നമുക്ക് നമ്മളെ ഒരു മുഖത്ത് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വേണം. അതനുസരിച്ച് ചന്ദൻ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നില്ല, കൺസിസ്റ്റൻസി ഈ എഗ് വൈറ്റിൻ മാത്രം കൊണ്ട് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് തോന്നി നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിടിക്കാനുള്ള സമയം കൊടുക്കണം. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന പോലെ തോന്നും. ഇത് എഗ് വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ നല്ല ഇങ്ങനെ പുള്ളാവും, സ്കിന്നൊക്കെ നല്ല ഇതാവും. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് വൈപ്പ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ മുഖത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പം നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് മാസ്കാണ്. ഞാനിത് കണ്ടുപിടിച്ചൊന്നുമില്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ട്രൈ ചെയ്ത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ ഏതെങ്കിലും ടോണറോട് നമ്മൾ ഈ ക്ലോസ്ഡ് പോർട്സ് ലോക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ സ്ഥിരം ഉപയോഗിക്കാറുള്ള ടോണറാണ് ലോട്ടസിൻ്റെ പോർ ടൈറ്റനിങ് ഫേസ് ടോണർ. കുക്കുംബർ ആൻഡ് ആലോവേര ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യണം. ഓക്കെ, നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ടോണറും ഇല്ല, വി ക്യാൻ യൂസ് റോസ് വാട്ടർ. റോസ് വാട്ടർ അടിപൊളി ടോണറാണ്. ഞാൻ ഇപ്പോഴാണ് ടോണർ വാങ്ങിച്ചത്. ഞാൻ റോസ് വാട്ടറാണ് ഈ സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് യോജിക്കുന്ന നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ വി ആർ റെഡി. നിങ്ങൾ കണ്ട ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ആൻഡ് ഒരു ക്ലീൻ ഫേസാണ് കിട്ടുന്നത്. അങ്ങനെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. അങ്ങനെ ഓൾ ഡൺ. നിങ്ങൾക്ക് വിസിബിളാണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് മാസ്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. പ്ലീസ് ടേക്ക് കെയർ യുവർ സെൽഫ്. ഇപ്പം നമുക്കിതല്ലാതെ നമ്മൾ ഈ മേക്കപ്പിന് ഇപ്പോൾ ഐസ് ക്യൂബ്സ് റോൾ ചെയ്യുന്നതൊക്കെ ഈ നമ്മുടെ ഓപ്പൺ പോർട്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതേപോലെ മുൾട്ടാനി മിട്ടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബായിട്ട് വെച്ചിട്ട് എന്നും രാത്രി ആ മുൾട്ടാനി മിട്ടിയുടെ ഐസ് ക്യൂബ് റോൾ ചെയ്യുന്നത് നല്ലതാണ്. ഓൾമോസ്റ്റ് 7 days നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് റിസൾട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ പൊടിക്കൈകൾ. പിന്നെ നമ്മുടെ ഏത്തപ്പഴവും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും ഒരു അടിപൊളി ഫേസ് മാസ്കാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് പരീക്ഷിച്ച് വിജയിച്ചുള്ള ചെറിയ പൊടിക്കൈകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരു പരിധി വരെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ. Please watch my channel, watch my videos, and please subscribe my channel, and please do support. Then tata, bye bye, see you.